2024 ജൂലൈ 1-ാം തീയതി, അതായത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വയനാട് ജില്ലയിൽ മഞ്ഞ മഴ പെയ്യുകയുണ്ടായി. വയനാട് ജില്ലയിൽ മഞ്ഞ മഴ ഇതാദ്യമായിട്ടല്ല പെയ്യുന്നത്, ഇതിനു മുമ്പും മഞ്ഞ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മഞ്ഞ, ചുവപ്പ് കളറുള്ള മഴകൾ പെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ചുവപ്പ്, പച്ച, മഞ്ഞ, കറുപ്പ്, വെള്ള, ഈവൻ ബ്രൗൺ കളറിൽ വരെയുള്ള മഴ പെയ്തിട്ടുണ്ട്. സോ എന്താണ് ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിൽ മഴ പെയ്യാനുള്ള റീസൺ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ടെക് ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അത് നമുക്ക് ന്യൂസിലേക്ക് പോകാം. പിണങ്ങോട് മൂരിക്കാപ്പിൽ മഴവെള്ളത്തിന് നേരെ വ്യത്യാസം. നിങ്ങൾ ആ പാത്രത്തിൽ കാണുന്നുണ്ടാവും ചിത്രത്തിൽ, ഓറഞ്ചും മഞ്ഞയും കലർന്ന വെള്ളമാണ്. അത് മഴവെള്ളം ശേഖരിക്കാനായി വീടിന് ചുറ്റും സ്ഥാപിച്ച അല്ലെങ്കിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളിലാണ് ഈ ഒരു കളറിലുള്ള വെള്ളം ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്കൊരു മഴ മുമ്പ് ലഭിച്ചത് 2015 നവംബർ 20-ാം തീയതിയാണ്. കാരണം വയനാട്ടിൽ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പെയ്യുന്നത്. അന്ന് മേപ്പാടിയിലായിരുന്നു ഇങ്ങനെ ഒരു മഴ പെയ്തത്. അത് രാവിലെ സ്കൂളിൽ യൂണിഫോം, അതായത് വെള്ള യൂണിഫോം ഇട്ട് പോയ കുട്ടികളുടെ എല്ലാം ഡ്രസ്സിന് മുകളിൽ ഇങ്ങനെ മഞ്ഞ പുള്ളികൾ കണ്ടു. അപ്പോൾ അന്നായിരുന്നു അതെല്ലാവരും നോട്ടീസ് ചെയ്തത്. അതൊരു ഭയങ്കരമായിട്ട് എല്ലാവരിടത്തിലേക്കും എല്ലാ ന്യൂസുകളിലൊക്കെ വന്നൊരു സംഭവമായിരുന്നു ആ മഞ്ഞ മഴ അന്ന് പെയ്തത്. സോ ഇത് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല. എന്താണിത് നമുക്ക് നോക്കാം. നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റീസ്, സയൻസ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ചുവന്ന മഴയുടെ പ്രതിഭാസത്തിൻ്റെ നിഗൂഢത തന്നെ കംപ്ലീറ്റ്ലി പരിഹരിക്കപ്പെട്ടിട്ടില്ല. സോ അത് ഒരു കംപ്ലീറ്റ്ലി സോൾവ് അല്ല. അതിന് ചില തിയറീസും ചില സജഷൻ, ഒപ്പീനിയൻ, ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസാണ് അതിനുള്ളത്. സോ ഇറ്റ് മേ ബി ഒരു മൈനർ സൈക്ലോൺ, അതായത് സ്കൈ സൈക്ലോൺ ക്യാൻ ബി എ റീസൺ ഫോർ ദിസ് എന്നൊക്കെ പറയുന്നുണ്ട്. 2013 ആലപ്പുഴ, അതായത് ചേർത്തലയിൽ നിന്ന് മഞ്ഞമഴ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്ര ഹെവി ആയിട്ടൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിലേക്ക് ഒരു റിസർച്ച് ലെവലിലേക്ക് പോകുന്ന രീതിയിലേക്കൊന്നും അന്നാരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കേരളത്തിൽ ഈ മഞ്ഞ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ചുവന്ന മഴ പെയ്തിട്ടുണ്ട്. 1896 ചുവന്ന മഴ പെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2006 ഗാർഡിയനിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അന്യഗ്രഹ ബാക്ടീരിയകൾ മഴയ്ക്ക് ചുവപ്പ് നിറം നൽകും എന്നൊരു അങ്ങനെയൊരു ഇത് പറയുന്നുണ്ട്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 റെഡ് റെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു മലയാളം മൂവി വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് റെഡ് റെയിനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ് ഇറ്റ് ഓൾ കണക്റ്റഡ്? ഇതുപോലൊരു സംഭവം 1967 കൊളറാഡോയിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നെ മറ്റൊരു റീസൺ, റെഡ് റെയിനുള്ള മറ്റൊരു റീസൺ, ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്നൊരു പച്ച മൈക്രോ ആൽഗകളുണ്ട്. ഒരു തരം ട്രെൻഫോഹില അനലറ്റുകളുടെ ബീജങ്ങളുടെ സാന്നിധ്യമാണിത്. ഇത് മറ്റൊരു റീസണായിട്ട് പറയുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ എയറിൽ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചാൻസ്. അതുപോലെ തന്നെ മറ്റൊരു റീസണാണ് മീറ്റിയോറൈറ്റിൻ്റെ ബേസ്റ്റ്, അതായത് ഉൽക്കാശിലയില്ല, അത് നമ്മുടെ ഉൽക്കകളുടെ കഷ്ണം വന്നിട്ട് ബേസ്റ്റ് ഇടിക്കില്ല, അന്തരീക്ഷമായിട്ട് കത്തില്ല. ആ സമയത്തുണ്ടാകുന്ന ചില ഡസ്റ്റും പാർട്ടിക്കിൾസും ഒക്കെ ഇതിനൊരു റീസണാണ്. ഇനി മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഓസ്ട്രേലിയനെ കുറിച്ച് പറഞ്ഞ പോലെയുള്ള അത്തരത്തിലുള്ള ആൽഗകൾ വിൻഡ് ക്യാരി ചെയ്യുന്നതുകൊണ്ടും അത് റെയിൻ ക്ലൗഡുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്തും റെഡ് റെയിൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി വാഷിങ്ടണിൽ മിൽക്ക് റെയിൻ ഉണ്ടായി, അതായത് പാല് പോലെയുള്ള വെള്ള കളറിലുള്ള മഴ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ റെയിൻ വാട്ടർ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം അവർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പിന്നെ അവർ ഒരുപാട് അതിന് മുകളിൽ റിസർച്ച് ചെയ്ത സമയത്ത് അവർക്ക് 2 തിയറീസ്, 2 കോൺസെപ്റ്റാണ് ഇത് വന്നത്. അതായത് ഒന്ന്, വിൻഡ് ക്യാൻ ക്യാരി ആഷസ് ഫ്രം ആക്റ്റീവ് വോൾക്കാനോസ് ഇൻ റഷ്യൻ സൈഡ്സിൽ നിന്ന് വരുന്ന ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് എന്നുള്ള ആഷസ് വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട്, ക്ലൗഡിൽ സ്പ്രെഡ് ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ ഒരു സാധ്യത. അതേപോലെ സൗത്ത് സെൻട്രൽ ഒറിജിനിലുള്ള ഒരു ലേക്കിൽ നിന്ന് പറന്നു വരുന്ന ഡസ്റ്റ് ഒരു പക്ഷേ ഇതിനൊരു സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഡിഫറെൻറ്റ് കളർ റെയിൻ പെയ്തത് ഗ്രീൻ കളറിലാണ്. അത് വേറെ എവിടെയല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. 2002 അത് പെയ്തത്. കൊൽക്കത്തയിലായിരുന്നു. ആദ്യം കണ്ടവർ ആസിഡ് റെയിൻ അല്ലെങ്കിൽ ഒരു ടോക്സിക് റെയിൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് പേടിച്ചെങ്കിലും പക്ഷേ ഇത് അങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള സാധനമല്ല. നമുക്കറിയാം കൊൽക്കത്തയിൽ ഒരുപാട് മാങ്ങയുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ മാങ്ങയുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് പൂക്കളും പൂമ്പൊടിയും അതേപോലെ മാങ്ങ ഉണ്ടാവുന്ന സമയത്തുള്ള മാവിൻ്റെ ആ ഒരു പൂമ്പൊടിയും അതേപോലെ തേനീച്ച, ഇതിൻ്റെയൊക്കെ കാഷ്ടങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഗ്രീൻ കളറിൽ മഴ പെയ്യാൻ കാരണം ഉണ്ടായത്. ആ ഒരു പാർട്ടിക്കിൾസ് എല്ലാം കൂടി എയറിൽ മിക്സ് ആവുകയും അത് അന്തരീക്ഷത്തിലുള്ള മഴ പെയ്യാൻ സഹായിക്കുന്ന മേഘങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് ഗ്രീൻ കളറിൽ പെയ്തത്. ഇനി വളരെ വ്യത്യസ്തമായ കളറിലാണ് ബ്ലാക്ക് റെയിൻ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ എന്തായാലും പേടിയാവും. അത് ഡാർക്കായിട്ട് പെയ്യുന്ന സമയത്ത് ഒരു സ്കെയറി ഫീൽ ഉണ്ടാകും. കാരണം ഇത് 2 റീസണാണ് പറയുന്നത്. ഒന്ന്, കോസ്മിക് ഡസ്റ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വോൾക്കാനോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കളറിലുള്ള പെയ്തത്. പിന്നെ സൗത്ത് റഷ്യയിൽ ബ്രൗൺ കളറിലുള്ള പെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൗൺ കളറിൽ, അതായത് റെഡിൻ്റെയും ഗ്രെയിൻ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബ്രൗൺ ആയിട്ട് കളറിലുള്ള ഒരു മഴ.
അപ്പോൾ ആദ്യം തന്നെ അവിടെയുള്ള ആൾക്കാർ സംശയിച്ചത് അവിടുത്തെ ഫാക്ടറീസിനായിരുന്നു. ആ ഫാക്ടറികളിലും പുറന്തള്ളുന്ന വിഷപ്പുകയാണ് ഇതിൻ്റെ റീസൺ. അത് മിക്സ് ചെയ്തിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പെയ്തെന്ന്. പക്ഷേ കാരണക്കാരൻ കിലോമീറ്ററുകൾക്കപ്പുറം ആഫ്രിക്കയിൽ നിന്ന് വന്ന ഡസ്റ്റ് തന്നെയായിരുന്നു. എല്ലാത്തിലും ഡസ്റ്റ് തന്നെയാണ് വില്ലൻ. ഇനി ഡയമണ്ട് മഴ പെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആർക്കെങ്കിലും അറിയാം എവിടെയാണ് ഡയമണ്ട് മഴ പെയ്യുന്നത്? അത് ഡയമണ്ട് മഴ പെയ്യുന്നത് ഇവിടെ എവിടെയല്ല, കുറച്ച് അകലെയാണ്, കുറച്ച് വളരെ അധികം അകലെയാണ്. ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിലാണ് ഡയമണ്ട്സ് ആയിട്ടുള്ള മഴ പെയ്യുന്നത്. ഗ്യാസ് ജയൻ്റ് എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷം ഇല്ല. അപ്പോൾ അതുകൊണ്ടും അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കൊണ്ടും അവിടെ ഡയമണ്ടായിട്ടുള്ള മഴയും അവിടെ പെയ്യാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മഴകൾ, അതായത് കളറിലുള്ള മഴകൾ പെയ്യുന്നതിനുള്ള റീസൺസ് ആണ് നമ്മൾ നോക്കിയിരുന്നത് ഈ വീഡിയോയിൽ. ഇതുപോലെയുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ചാനൽ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.